ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടേസ്റ്റി കിൻസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് ഒരു 4 മണി പലഹാരമാണ്. റവയും പഴവും ഉപയോഗിച്ചുള്ള ഒരു സ്നാക്സ്. ഇപ്പോൾ കുട്ടികളൊക്കെ കുട്ടികൾ മാത്രമല്ല വലിയവരും എല്ലാവരും വീട്ടിലിരിക്കുന്ന ഒരു സമയമാണല്ലോ. അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ റവയും പഴമൊക്കെ എപ്പോഴും ഉണ്ടാവുന്ന ഒരു സാധനമാണ്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് കുറച്ച് സമയം കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് എങ്ങനെ അത് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് സ്റ്റവ് ഓണാക്കാം. നമുക്ക് പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 സ്പൂണ് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ബട്ടറാണോ നെയ്യാണോ ഏതാ നമ്മുടെ കയ്യിലുള്ളത് വെച്ചാൽ അത് ചേർക്കാം. ഈ ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ ഇതിലേക്ക് പഴം ചെറുതായി കട്ട് ചെയ്തിട്ട്, നേന്ത്രപ്പഴമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഈ ബട്ടറിൽ കിടന്നിട്ട് പഴം നന്നായി വഴണ്ടി വരണം. ഇപ്പോൾ കുട്ടികളും വലിയവരൊക്കെ വീട്ടിലിരിക്കുന്ന ഒരു സമയമാണ്. നമ്മളെല്ലാവരും സേഫായി ഇരിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റും മറ്റ് അധികാരികളൊക്കെ പറയുന്നത് അനുസരിക്കുക. നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളെ കൊണ്ട് നമുക്ക് ഒരുപാട് വലിയ വലിയ നേട്ടങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മുടെ പഴമൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഈ ബട്ടറും പഴവും കൂടി നന്നായിട്ട് വഴണ്ടിട്ട് നന്നായി ഒന്ന് ഉടച്ചു കൊടുക്കുക. ഇപ്പോൾ ഇത് ഉടച്ചൊന്ന് പേസ്റ്റ് രൂപത്തിലേക്ക് ആയി കിട്ടണം. നല്ല പഴുത്ത പഴമാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. നല്ല പഴുത്ത പഴം നോക്കിയിട്ട് ഇതിന് എടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് നാളികേരമാണ് ചേർത്തത്. നാളികേരവും പഴവും കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് നാളികേരത്തിൻ്റെ ഈ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ആയി ഇടുന്നത് വരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇനി ഇതിലേക്ക് ഒരു 2 സ്പൂണ് ബ്രൗൺ ഷുഗറാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. വൈറ്റ് ഷുഗർ ഉണ്ടെങ്കിൽ അതായാലും മതി. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഒരു 4-5 സ്പൂണ് പഞ്ചസാര ചേർക്കാം. കുട്ടികൾക്കൊക്കെ മധുരമൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതല്ലേ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് റവയും ഒരു 1/4 കപ്പ് ഓട്സും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. നാളികേരവും പഴവും റവയും ഓട്സും പഞ്ചസാരയും എല്ലാം കൂടെ ഇളക്കി നന്നായി മിക്സ് ആവണം. ഇത് റവ കരിഞ്ഞു പോവാതെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് ഏലക്കായയുടെ പൊടിയാണ് ഇനി ചേർക്കേണ്ടത്. അത് കൂടെ നമ്മളുടെ അടുത്ത് എന്ത് നട്ട്സാണോ ഉള്ളത് ആ നട്ട്സ്, ഞാനിവിടെ കാഷ്യൂ ആണ് എടുത്തിരിക്കുന്നത്, അത് ഒരു 1/4 കപ്പ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് ഇത് കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് ചപ്പാത്തിയുടെ മാവ് നനയ്ക്കുന്നത് പോലെ കുഴച്ചെടുക്കാം. ഇനി കുഴച്ചെടുത്തിട്ട് ഇതിൽ റോള് രൂപത്തിലോ നമുക്ക് ബോളിൻ്റെ രൂപത്തിലോ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിത് ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ എല്ലാം നമ്മൾ ഉരുട്ടിയെടുത്ത് വൈകുന്നേരത്തെ ഒരു 4 മണിക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇനി ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ ഇത് നമുക്കെല്ലാം വറുത്ത് കോരാം. ഇപ്പോൾ 4 മണിക്കൊക്കെ ഇന്ന് എന്താ ചായക്കൊരു കടി ഉണ്ടാക്കുക എന്ന് പറയുമ്പോഴേക്കും നമുക്ക് റവയും പഴമൊക്കെ ഒരുവിധം എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്ന ഒരു സാധാരണ സാധനമല്ലേ. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആവുമ്പോൾ തന്നെ വറുത്ത് കോരണം. ഇപ്പോൾ എല്ലാം നമ്മളിത് വഴറ്റിയെടുത്തതാണ്, അതുകൊണ്ട് തന്നെ എളുപ്പത്തിലാവും ചെയ്യും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇപ്പോൾ ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി അടുത്തതും കൂടി നമുക്ക് വറുത്ത് കോരാം. ഇപ്പോൾ എല്ലാവരും ഈ സ്നാക്സ് ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.